ണിക്ക് ദാനം കൊടുത്തോ, നേർച്ച കൊടുത്തോ, സദഖ കൊടുത്തോ, അവരെ മേലെ ഫാത്തിഹ ഓദിക്കോ, വെറുതെയാവില്ല. മഹാന്മാരെ ഇഷ്ടപ്പെട്ട വെറുതെയാവില്ല. അൽമർഉ മഅമൻ ഹബ്ബാ, അതേ മനുഷ്യൻ അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ്. നല്ലവരെയാണോ ശംസുൽ തങ്ങളെയാണോ, കണ്ണിയത്തോരെയാണോ, അതുപോലെയുള്ള മഹാത്മാക്കളെയാണോ? എന്നാൽ നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അവരോടൊപ്പമാണ്. നിങ്ങളെ കാര്യം അവരെ കയ്യിൽ ഭദ്രമാണ്. എന്നെ പീഡിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അവരെ മുറുകെ പിടിച്ചോ, അവരെ ഇഷ്ടപ്പെട്ടോ, അവരെ മേലെ ഫാത്തിഹ ഓദിക്കോ, അവരെ മേലെ യാസീൻ ഓദിക്കോ. പരിശുദ്ധമായ ദീനിന്റെ ശരിയായ രൂപമായി ഞങ്ങളുടെ കൺമുമ്പിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയുടെ വലിയവരായ നേതാക്കളെ മാത്രമാണ് ഇവിടെ അനുസ്മരിക്കപ്പെടുന്നത്. ഷഹാദത്തിന്റെ കലിമ ചൊല്ലിയിട്ട് ലോകത്തോട് വിട പറഞ്ഞ മഹത്തുക്കള്, 10-13 ലക്ഷം ആൾക്കാർ കൂടിയ വലിയ ജനസാഗരം കോഴിക്കോട് കടപ്പുറത്ത് 13 ലക്ഷത്തോളം വരുന്ന ജനലക്ഷമാണ്. ഇത് വെറുതെ ഒരു കണക്ക് പറഞ്ഞല്ല, തേജസ് പത്രം എഴുതിയത് അങ്ങനെയാണ്. ചിലപ്പോ കുറയാൻ, ചിലപ്പോ കൂടാം. ലക്ഷത്തിലേറെ വരുന്ന ജനങ്ങള് കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്ന സമയമാ. ആ കൂടിയ ജനങ്ങളിൽ ആലിമീങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളെ കണ്ണറയെ കണ്ടിട്ട് രാജാവിനെ പോലെ സ്റ്റേജിന്റെ മുകളിൽ നിന്ന് കയ്യും വീശി നടന്നിട്ട് താഴെ ഇറങ്ങുന്നു, ആംബുലൻസിൽ കയറുന്നു. ആംബുലൻസിൽ വെച്ചിട്ട് 3 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ ലോകത്തോട് വിട പറഞ്ഞു മഹാനായ ശൈഖുനാ കെട്ടി മാണു മുസ്ലിയാർ. നേരത്തെ ഉസ്താദ് ഇവിടെ അനുസ്മരിച്ചുവല്ലോ, ശംസുൽ ഉലമ തങ്ങളോടൊപ്പം ഗൾഫിലേക്ക് പര്യടനം നടത്തിയ മഹാനർ. കെ.ടി. മാണു ഉസ്താദ് വലിയ മഹാനാ, സമസ്തയുടെ നട്ടെല്ലായി പ്രവർത്തിച്ച വലിയ മഹാനാ. അവസാന സമയത്ത് പോലും, മരിക്കുന്ന സമയത്ത് പോലും മുത്തുനബി തങ്ങളെ സുന്നത്ത് മുറുകെ പിടിച്ച മഹാനാണ്. മുത്തുനബി തങ്ങളെ ഏറ്റവും വലിയ സുന്നത്ത് എന്താ? കാന യുസല്ലിസു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏതൊരു സുന്നത്തും ഏതൊരു ദിക്റും ഏതൊരു ദുആയും പറയുകയാണെങ്കിൽ 3 വട്ടം ആവർത്തിക്കുമായിരുന്നു. 3 വട്ടം ആവർത്തിക്കും. ഏത് ദിക്റാണെങ്കിലും അല്ലെങ്കിലും 3 വട്ടം ചൊല്ലൽ സുന്നത്തുണ്ട്, ദിക്റുകൾ ദുആകളൊക്കെ. എന്നാൽ മരിക്കുന്ന സമയത്ത് പോലും 3 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ് ശൈഖുനാ കെ.ടി. മാണു മുസ്ലിയാർ എന്ന സമസ്തയുടെ നട്ടെല്ലായി നെടുന്തൂണായി പ്രവർത്തിച്ച നേതൃത്വം കൊടുത്ത മഹാനാണ്. എത്ര നല്ല മരണം! ലക്ഷോപലക്ഷം വരുന്ന ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ കണ്ട് അവരുടെ ദുആകളൊക്കെ ഏറ്റുവാങ്ങി. വലിയവരായ സാദാത്യങ്ങൾ, ആലിമീങ്ങളൊക്കെ സ്റ്റേജിലുണ്ട്. മഹാനായ സൈനുൽ ഉലമ ശരിശ്ശേരി ഉസ്താദ്, മഹാനായ പാണക്കാടിന്റെ പൂമുത്ത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, മഹാനായ കോയക്കുട്ടി ഉസ്താദ്, അത്തിപ്പറ്റ ഉസ്താദ്, മഹാനായ കാളമ്പാടി ഉസ്താദ്, അങ്ങനെ വലിയവരായ ഔലിയാക്കൾ അവരൊക്കെയും സ്റ്റേജിലുണ്ട്. അവരുടെ മുമ്പിൽ നിന്ന് രാജാവിനെ പോലെ മരണത്തിന്റെ സമയത്ത് പോലും, മരണത്തിന്റെ അവസാന നിമിഷത്തിൽ പോലും ഒരാളെ സഹായം തേടാതെ രാജാവിനെ പോലെ നടന്നു വന്ന് താഴെ ഇറങ്ങുന്നു. എന്നിട്ട് അവിടെ കാലേ കൂട്ടി റെഡിയാക്കി വെച്ച ആംബുലൻസിൽ കയറുകയാ. ആംബുലൻസ് ചീറിപ്പായുന്നു. അതിന്റെ ഇടയില് അതാ തലയിക്കെട്ട് നേരെയാക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞു നിൽക്കുന്ന തലയിക്കെട്ട് നേരെയാക്കുകയാണ്. വെപ്പുപല്ലെടുത്തിട്ട് മരുമകനായ അമ്പലക്കടവ് ഫൈസി ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. വെപ്പുപല്ല്, സെറ്റുപല്ല് അതെടുത്തിട്ട് മരുമകനായ അമ്പലക്കടവ് ഫൈസി ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുന്നു. തലയിക്കെട്ട് നേരെയാക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
3 വട്ടം ചൊല്ലിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു മഹാനായ ശൈഖുനാ കെട്ടി ഉസ്താദ്. സുബ്ഹാനല്ലാഹ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച രാത്രി ഉളയെടുത്ത് ഇശാ നമസ്കരിച്ച് ജ്യേഷ്ഠനായ വലിയ തങ്ങളെ കൊണ്ട്, ജ്യേഷ്ഠ സഹോദരനായ വലിയ തങ്ങളെ കൊണ്ട്, ജ്യേഷ്ഠ സഹോദരനായ വലിയ തങ്ങളായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കൊണ്ട് മന്ത്രിപ്പിച്ച എടുത്ത് നിസ്കാരത്തിനെടുത്ത് ഉളു കൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാത്രി ജ്യേഷ്ഠനെ കൊണ്ട് മന്ത്രിപ്പിച്ച് അവസാന ശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കുകയാണ് സമസ്തയുടെ ഉപാധ്യക്ഷനായിരുന്ന മഹാനായ മർഹൂം പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങള്. ഇതൊക്കെ കേരളത്തിന്റെ മലയാള പത്രങ്ങൾ പച്ചക്കെഴുതിയ സംഭവമാ. ഇതൊക്കെ ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള പലരും അറിഞ്ഞ കാര്യമാ, വളരെ പരമാർത്ഥമാ. ഇശാ നമസ്കരിക്കുന്നു, ഇശാ നമസ്കരിക്കുന്നു. ജ്യേഷ്ഠ സഹോദരനായ മുസ്ലിം കൈരളിയുടെ ആത്മീയ നായകരായ പാണക്കാട്ട് വലിയ തങ്ങളെ വിളിപ്പിക്കുന്നു, ജ്യേഷ്ഠനെ വിളിപ്പിക്കുന്നു. വലിയ തങ്ങൾ വരുന്നു, വന്ന് പിന്നെ തന്റെ ആ ബെഡിന്റെ അടുത്തിരുന്നപ്പോ, ആശുപത്രി കിടക്കയിലിരുന്നപ്പോ ജ്യേഷ്ഠ സഹോദരനായ വലിയ തങ്ങളോട് മഹാനായ സമസ്തയുടെ ഉപാധ്യക്ഷൻ ഉമർ അലി ശിഹാബ് തങ്ങൾ പറയുകയാ, ഒന്നെന്നെ മന്ത്രിക്കണേ തങ്ങള്, ഒന്നെന്റെ തലയിൽ കൈവച്ചിട്ട് മന്ത്രിക്കണേ. വലിയ തങ്ങള് മന്ത്രിക്കുകയാണ്. അനിയ സഹോദരനായ ഇളയ സഹോദരനായ മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങള് മന്ത്രിക്കുന്നു. കുറച്ചു നേരം കഴിയുന്നു. സുബ്ഹാനല്ലാഹ്, പുഞ്ചിരിച്ചുകൊണ്ട് പാണക്കാട് തങ്ങൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. എത്ര നല്ല മരണമാ.